ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാത്ത അവസ്ഥകളുണ്ട്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ നിർബന്ധമായും നമ്മൾ പാലിക്കേണ്ട 3 കൽപ്പനകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഡാനിയേലച്ചൻ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഇതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കൂ. ഇനിയും തെറ്റുതിരുത്തി മുന്നോട്ടു പോകൂ. ജീവിതം അനുഗ്രഹിക്കപ്പെടും. ദൈവാനുഗ്രഹം തടസ്സപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട് എന്നാണ് അച്ഛൻ പറയുന്നത്. ഒരു ദേശത്ത് ദൈവാനുഗ്രഹം ലഭിക്കാത്തതിന് കാരണമായി അച്ഛന് തോന്നുന്നത് ഇതാണ്: 1-ാം പ്രമാണ ലംഘനം. 10 കൽപ്പനകളിൽ 9 കൽപ്പനകളും പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ 1-ാമത്തെ കൽപ്പന വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. അത് ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത് എന്നാണ്. വിശ്വാസം ഉണ്ടെന്ന് പറയുന്ന പല കുടുംബങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ വിശ്വാസമില്ല. യഥാർത്ഥ വിശ്വാസമുള്ള ഒരു വ്യക്തി ഒരിക്കലും കണി കാണലിൽ വിശ്വസിക്കില്ല, 1-ാം തീയതിയിൽ വിശ്വസിക്കില്ല, വാരഫലം വായിച്ച് ദിവസം ക്രമീകരിക്കില്ല. യേശുവിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ വിശ്വാസം കിടക്കുന്നത് മറ്റു പലയിടങ്ങളിലാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ കോംപ്രമൈസ് ചെയ്താൽ സാത്താൻ അവിടെ കയറിക്കൂടും. ഒരു കുടുംബത്തിലേക്ക് വലിയൊരു തിന്മ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനൊരു റൂട്ടുണ്ടാവും. മരിക്കേണ്ടി വന്നാലും യേശുക്രിസ്തുവിനെ വിട്ട് മറ്റു വഴിയെ പോകരുത്. ആഭിചാരക്രിയകൾ, മലദൈവങ്ങൾ, കടമറ്റത്ത് സേവ, സാത്താൻ സേവ, ഇവയുടെ ഒന്നും പുറകെ പോകരുത്. പരിശുദ്ധാത്മാവിനെ പോലെയല്ല സാത്താൻ. സാത്താൻ വന്നാൽ പിന്നെ മുച്ചൂടും മുടിപ്പിച്ചിട്ടേ പോകൂ. 1-ാം പ്രമാണ ലംഘനം നമ്മെ നശിപ്പിക്കും. ജാതകമെഴുതി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ക്രൈസ്തവരുണ്ട്. മാമോദീസ വെള്ളം തലയിൽ വീണിട്ടും വിശ്വാസം മറ്റൊരിടത്ത്. മന്ത്രവാദത്തിൻ്റെ കെട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കടന്നു വരില്ല. നാശവും തകർച്ചയും വരുന്നത് 1-ാം പ്രമാണ ലംഘനത്തിലൂടെയാണ്. കൊലപാതകം, മോഷണം എന്നിവയേക്കാൾ വലിയ പാപമാണ് 1-ാം പ്രമാണ ലംഘനം. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും യേശുവിനെ തള്ളിപ്പറയരുത്. അതുപോലെ കർത്താവിൻ്റെ നാമം വ്യഥ ഉപയോഗിക്കരുത്. ദേവാലയം, ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലം വിശുദ്ധമായി സൂക്ഷിക്കണം. കുർബാന ചൊല്ലുന്ന ഇടം വിശുദ്ധമായി സൂക്ഷിക്കണം. ദേവാലയത്തെ ദേവാലയമായി ബഹുമാനിക്കണം. അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. തലേന്ന് പോണോഗ്രാഫി കണ്ടിട്ട് യാതൊരു പശ്ചാത്താപവുമില്ലാതെ കുമ്പസാരിക്കാതെ വന്ന് ആരാധനകളിൽ പങ്കെടുക്കാനായി വരുന്നവർ സ്വന്തം ശിക്ഷാവിധി ഏറ്റുവാങ്ങുകയാണ് ചെയ്യുന്നത്. ദേവാലയത്തെ ദേവാലയമായി കാണണം, അത് ചന്തസ്ഥലമായി കാണരുത്. പുരോഹിതരെ അപമാനിക്കുകയോ അവരെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു പരത്തുകയോ ചെയ്യരുത്. ഈ അച്ഛൻ ഇങ്ങനെയാണ്, ഈ സിസ്റ്റർ ഇങ്ങനെയാണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ് നടക്കരുത്. കല്യാണം നടക്കാതെ വിഷമിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൗൺസിലിങ്ങിന് കണ്ടത് ചോര പുരണ്ട ഒരു ലോഹ ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് വന്ന് വീഴുന്നതാണ്. കാരണം തിരക്കിയപ്പോൾ പറഞ്ഞത് അവൻ്റെ വല്യപ്പൻ ഒരു പുരോഹിതനെ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് എന്നാണ്. അതിനൊക്കെ തിരിച്ചടികളുണ്ടാകും. 3-ാമത്തെ കാര്യം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം എന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം, ഒരു പ്രാർത്ഥനാ പായ് എന്നിവയുണ്ടായിരിക്കണം. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം പ്രാർത്ഥിച്ചാൽ ആ അന്തരീക്ഷത്തിൽ തന്നെ മാറ്റമുണ്ടാകും. നമ്മൾ ജീവിക്കുന്ന മണ്ണ് നമ്മൾ ഉണ്ടാക്കിയതല്ല. എത്രയോ കണ്ണീര് വീണ, ആഭിചാരം നടന്ന മണ്ണ്, എത്രയോ പാപം നടന്ന മണ്ണ്, എത്രയോ ദുഷ്ടാരൂപികൾ നിറഞ്ഞ മണ്ണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും വീട്ടിൽ പ്രാർത്ഥനാപായി വിരിച്ച് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഞായറാഴ്ചകൾ വിശുദ്ധമായി ആചരിക്കണം. ഞായറാഴ്ച നീ ചെയ്യാൻ പോകുന്ന ജോലി നിനക്ക് ബാധ്യതയായി മാറും. 6 ദിവസം നിങ്ങൾ ജോലി ചെയ്തോ, പക്ഷേ 7-ാം ദിവസം ദൈവാരാധനയ്ക്കായി നീക്കിവെക്കണം. ഞായറാഴ്ച ദൈവത്തിന് വേണ്ടി നീക്കിവെക്കണം. ഞായറാഴ്ച ആചരണം കൃത്യമായി പാലിക്കണം.
ദൈവത്തെ ആരാധിക്കാൻ, ദൈവവചനം പഠിക്കാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ. അതിനാണ് ഞായറാഴ്ച. ശനിയാഴ്ച 6 മണി മുതൽ ഞായറാഴ്ച 6 മണി വരെ കൃത്യമായി ഞായറാഴ്ച ആചരണം നടത്തി നോക്കിക്കോ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാതെ മറ്റ് ചടങ്ങുകൾക്ക് പോയാൽ അതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. സാബത്തിനെ ചവിട്ടി മെതിക്കരുത്. 1, 2, 3 പ്രമാണങ്ങളുടെ ലംഘനമാണ് ഇന്ന് പല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാതെ പോകുന്നതിന് കാരണം. ഇത് എൻ്റെ തിരിച്ചറിവാണ് എന്നാണ് ഡാനിയേൽ അച്ഛൻ പറയുന്നത്. ഈ 3 പ്രമാണങ്ങളും പാലിച്ചോ, ദൈവം കൂടെ നടക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ ഒരൊറ്റ നിമിഷം മതിയെന്ന് നമുക്ക് വിശ്വസിക്കാം.